വക്കീലിനെ കണ്ടെത്തിയതും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത് ഞാനല്ലേ? അപ്പൊ ആരെ കൊണ്ട് കേസ് നടത്തണം തീരുമാനിക്കുന്നത് ഞാനല്ലേ? മാളു, പരിധി കൂടുതൽ സ്വാതന്ത്ര്യം ഞാനും അശ്വതി നിനക്ക് തരുന്നുണ്ടെന്നുള്ളത് നേരാ. അത് നീ അച്ഛാ, ഇത് സ്വാതന്ത്ര്യം തരുന്നതിന്റെയോ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ കണ്ടെത്തി കേസ് പ്രൊസീഡ് ചെയ്ത അഡ്വക്കേറ്റിനെ എന്റെ അനുവാദം ഇല്ലാതെ അച്ഛൻ എന്തിനാ മാറ്റാൻ ശ്രമിക്കുന്നത് എനിക്ക് അറിയേണ്ടത്. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് തന്നെ നീയും നിന്റെ വക്കീലും കൂടി ചേർന്ന് ഞങ്ങൾ കുറച്ചുപേരെ മണ്ടന്മാരാക്കുവാണെന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു. അതുകൊണ്ടാ കേസിന് മറ്റൊരു വക്കീലിനെ ഏർപ്പെടുത്താമെന്ന് വെച്ചത്. നിനക്ക് ഡിവോഴ്സാണ് ആവശ്യമെങ്കിൽ നല്ലൊരു വക്കീലിനെ ഞാൻ ഏർപ്പെടുത്താം. അയാൾ ജോബിനെ കണ്ട് സംസാരിച്ചോളൂ. ഇനി ഡിവോഴ്സിന് അയാൾ വല്ല കണ്ടീഷൻ വെച്ചാലും മിടുക്കനായ ഒരു വക്കീലിന് 1-2 ദിവസം കൊണ്ട് അത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇട്ടുവഴിച്ചും കൊണ്ടുപോകാനേ എനിക്ക് തീരെ താല്പര്യമില്ല. അച്ഛൻ എന്തിനാ ഇതിന് ആവശ്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നേ? എന്റെ വിവാഹ ബന്ധം എപ്പോ വേർപെടുത്തണമെന്നും എങ്ങനെ വേർപെടുത്തണമെന്നും ഞാനാ തീരുമാനിക്കേണ്ടത്. അതിനുവേണ്ടി ഞാനൊരു വക്കീലിനെ കണ്ടെത്തുകയും ചെയ്തു. ആ വക്കീലിനോട് ഞാൻ അറിയാതെ കേസ് ഒഴിയാൻ ആവശ്യപ്പെടാൻ അച്ഛന് യാതൊരു അവകാശവും ഇല്ല. മുരളിയേട്ടാ, മാളു, നീ എന്തൊക്കെയാ പറയുന്നേ? പറഞ്ഞു ഇനിയിപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നിന്നിൽ ഒരു അവകാശമില്ലെന്ന് നീ സ്ഥാപിച്ചു കളയുമല്ലോ. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ കാരണവുമുണ്ട്. നീ അതങ്ങ് അനുസരിച്ചാ മതി. സോറി അമ്മേ, അങ്ങനെ എല്ലാ കാര്യവും അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാൻ എന്നെ കിട്ടില്ല. ആരും എന്നെ അതിന് പ്രതീക്ഷിക്കാൻ വേണ്ട. മാളു, നീ അതിന് കിടക്കുന്നുണ്ടേ. അച്ഛനും അമ്മയും പറഞ്ഞ ഏത് കാര്യമാ അല്ലെങ്കിൽ നീ അനുസരിച്ചിട്ടുള്ളത്? അങ്ങനെ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു. ഇങ്ങനെ നീ സമരം പ്രഖ്യാപിക്കാൻ വേണ്ടി എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? അതുകൂടെ നീ ഒന്ന് പറഞ്ഞതാ. ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ചുറ്റുമുള്ളവരുടെ എതിർപ്പൊന്നും വകവെക്കാതെ ഞങ്ങൾ അതിന് കൂട്ടുന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഒടുവിൽ അയാളുമായി പൊരുത്തപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നിന്നോട് ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞതാണോ തെറ്റ്? ഇപ്പോഴും നിന്നെ സംരക്ഷിക്കുന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പറയടി. അതൊന്നും തെറ്റാന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷെ ഡോക്ടർ ജോബിനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോ ഞാൻ അതിന് സമ്മതിച്ചത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ ഇഷ്ടത്തിന് നടക്കണമെന്ന് പറഞ്ഞിട്ടാ. അത് നിങ്ങൾ സമ്മതിച്ചതോ? എന്താ അച്ഛനും അമ്മ ആ കാര്യം മറന്നുപോയോ? ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം. കേസ് എങ്ങനെ നടത്തണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ അറിയാതെ എന്റെ വക്കീലിനെ മാറ്റാനോ അവരെ ചെന്ന് കാണാനോ ഒന്നും പാടില്ല. ശരി, ഞങ്ങൾ ഇനി ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്ന് മോളൊരു ലിസ്റ്റിങ് താ. ഞങ്ങൾ അതനുസരിച്ച് ജീവിച്ചോളാം. മാളു, ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളെയൊക്കെ പിണക്കി അകറ്റിയിട്ട് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് സമ്മതിക്കില്ല. ഇനി ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് നിനക്കൊരു പ്രശ്നം അല്ലെങ്കിൽ എന്തു വേണമെന്ന് ഞങ്ങൾക്കറിയാം. ജീവിച്ചിരുന്നാലല്ലേ നിന്റെ ഈ തോന്നിവാസങ്ങളൊക്കെ കാണേണ്ടി വരുള്ളൂ. എനിക്ക് വേണ്ടി അങ്ങനെ ആരും ജീവിതം അവസാനിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു വേണ്ട. ഞാൻ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കും അറിയാം. എന്തൊക്കെയാ മുരളിയേട്ടാ ഇത്? എന്താ ഇവൾ ഉദ്ദേശിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അത് തന്നെ അശ്വതി എന്റെയും പ്രോബ്ലം. ഇവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പും വി പി ഒക്കെ പറയുന്നത് പോലെ ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഒരു പ്രഹസനമാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ വക്കീലിനെ പോയി കണ്ടേ. എന്നിട്ട് അവരെന്താ പറയുന്നത്? ജോബിനെ മാളുവിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കാൻ പേഴ്സണലി അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാന്ന്. അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു കോംപ്രമൈസ് ടോക്കിന് ശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷെ വക്കീലിന് മുന്നിൽ വളരെ അഡംബരായിട്ടാ മാളു നിൽക്കുന്നതെന്ന്. അതേസമയം അപ്പും വി പി ഒക്കെ ഇതൊരു പ്രഹസനമാണെന്ന് തന്നെയാ പറയുന്നത്. എങ്ങനെ ശരിയാകും? അപ്പൊ ഡിവോഴ്സ് വേണമെന്ന് തന്നെയല്ലേ മാളുവിന്റെ ആഗ്രഹം? അതേന്നേ, പക്ഷെ അതിങ്ങനെ ഡിലേ ചെയ്യിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വക്കീലിന്റെ ഭാഗത്തു നിന്നാണ് അത് വെച്ച് താമസിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു കാലതാമസം വേണ്ടെന്ന് കരുതിയിട്ടാ അവരോട് ഞാൻ കേസ് ഒഴിയാൻ പറഞ്ഞത്. അതും ഇപ്പൊ കുറ്റമായി. അവളുടെ മനസ്സിൽ വേറെന്തൊക്കെയാ. ഒന്നെങ്കിൽ അത് എന്താണെന്ന് നമ്മളോട് കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നീ പറഞ്ഞതുപോലെ നമ്മളെ നാണം കെടുത്താനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ എന്താ വേണ്ടതെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും. അത്രേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ സർ. സാർ ഒരു മിനിറ്റ്. എന്താ പ്രകാശ്? സാറിനെ അന്വേഷിച്ചൊരു സ്ത്രീ വന്നിരുന്നു. ആരാന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല സാർ. ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആളെ കണ്ട് പറഞ്ഞോളാന്ന് പറഞ്ഞു.
വന്നത് ചെറുപ്പക്കാരിയായിരുന്നോ? അല്ല സർ, അല്പം പ്രായമുള്ള സ്ത്രീയാ. പ്രായമുള്ള സ്ത്രീയോ? അതെ, മാഡം സാറിനെ അന്വേഷിച്ച് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. ഒന്നും പറയാൻ താല്പര്യം കാണിക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. അങ്ങനെ അറിയിപ്പോ എന്നെ തിരക്കി വരാൻ? പ്രകാശൻ പേരൊന്നും ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞല്ലോ സാർ, ഒന്ന് രണ്ടാവർത്തി എന്താ എവിടെ നിന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ സംസാരിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. ഇനി വരുമെന്ന് വല്ലതും പറഞ്ഞോ? ആ, പോകാൻ നേരം ഇനിയൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. വന്നത് ഈ സ്ത്രീയാണോ? അതെ സർ, ഈ മാഡം തന്നെയാ. സാറിനിപ്പോൾ പരിചയമുള്ളവരാണല്ലേ? എന്റെ മമ്മിയാ. ആണോ സർ? മാഡം ഒന്ന് പറഞ്ഞില്ലായിരുന്നു. സാരമില്ല, ഞാൻ മമ്മിയെ വിളിച്ചോളാം. നോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അതെനിക്ക് 100% ഉറപ്പാ. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ തന്നെയാ ഞങ്ങളുടെയും പ്രാർത്ഥന. പക്ഷേ ആ കുട്ടി ഇത്ര ഉറപ്പോടുകൂടി വി പിയോട് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഫാക്ട് കാണാതിരിക്കുമോ അപ്പൂ? ഒരിക്കലും ഇല്ല. ഒരുപക്ഷേ ജോബിന് ആരോട് ഷെയർ ചെയ്യാത്തയാണെങ്കിലോ? അങ്ങനെയൊന്നും അല്ലമ്മേ. അതൊക്കെ ആ സ്ത്രീ വെറുതെ മെനഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകളാ. ജോബിനെ ആ സ്ത്രീ വല്ലാതെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൂ, നമുക്കങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ജോബിന് തകർക്കാനും തോൽപ്പിക്കാനും വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് അങ്ങനൊരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കേണ്ട ആവശ്യം ആ കുട്ടിക്കുണ്ടോ? അമ്മയ്ക്ക് അവരെ അറിയാഞ്ഞിട്ടാ. പിടിച്ചിടം ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും ഡോക്ടർ അലീന. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും സെൽഫിഷായ ഒരാൾക്ക്, അതൊരു സ്ത്രീക്ക്, എങ്ങനെ ഒരു ഡോക്ടറിന്റെ പ്രൊഫഷനോട് നീതി പുലർത്താനാവുന്നു? അത്രയ്ക്ക് ക്രൂക്കഡ് ആൻഡ് കണ്ണിങ് ആണ് അവര്. സത്യത്തിൽ ഇങ്ങനെ ഒരു പെരുന്നുണയിലൂടെ അലീനെ ലക്ഷ്യമിടുന്നത് ജോബിനെ അല്ല, മാളുവിനെ തന്നെയാ. ഈ വാർത്ത പുറത്തെത്തിയാ പിന്നെ മാളു അവളുടെ വീട്ടുകാരോ ഒരു കോംപ്രമൈസിനെ കുറിച്ച് ആലോചിക്കില്ലല്ലോ. അല്ലപ്പൂ, എനിക്കൊരു ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ അലീന ഈ കാര്യം ആദ്യം മാളൂനല്ലേ അറിയിക്കേണ്ടത്? പക്ഷേ മാളൂനോട് ഇതേപ്പറ്റി ഒന്നും തന്നെ അലീന ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ആ സ്ത്രീയുടെ ബുദ്ധി. മാളുവിനോട് പറഞ്ഞ ഒരുപക്ഷെ അവളത് വിശ്വസിക്കില്ലെന്ന് അലീനയ്ക്കറിയാം. അതുകൊണ്ടാ ഇൻഡയറക്റ്റ് ആയിട്ട് ആ വിവരം അവളുടെ കാതിലെത്തിക്കാൻ ഇങ്ങനൊരു മാർഗം അലീന സ്വീകരിച്ചത്. ഇൻഡയറക്റ്റ് ആയിട്ടോ? അതെ അമ്മേ, വി പി ഒരു കോംപ്രമൈസിന് വേണ്ടി തന്നെയാ സമീപിച്ചെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഒരു കോംപ്രമൈസ് ഒരിക്കലും നടക്കാതിരിക്കണമെങ്കിൽ ഇതുപോലൊരു കല്ല് വെച്ച നുണ വളരെ വിശ്വസനീയമായി പ്രസന്റ് ചെയ്യാൻ അലീന കരുതി വെച്ചിട്ടുണ്ടായിരിക്കണം. വി പിയോട് ഇത് പറയുമ്പോ ഉറപ്പായിട്ടും വി പി ഇത് മുരളി അങ്കിളിനോടോ അശ്വതി ആന്റിയോടോ ഷെയർ ചെയ്യുമെന്ന് ബുദ്ധിമതിയായ ആ സ്ത്രീ ഉറപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അറിയുമ്പോ മാളു ആ വാർത്ത വിശ്വസിക്കാൻ തയ്യാറായേക്കും. അതവർക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെയാവും ഡോക്ടർ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി. എന്തായാലും ഈ കാര്യം നമ്മളായിട്ട് ആരെ അറിയിക്കണ്ട. നിന്നോട് പോലും ഇതേപ്പറ്റി ഇപ്പൊ ഒന്നും അറിയിക്കണ്ടെന്നാ വി പി എന്നോട് പറഞ്ഞത്. നീ അറിഞ്ഞ ഒരുപക്ഷെ മാളൂനോട് പറഞ്ഞെങ്കിലും ഒന്ന് പേടിച്ചിട്ടാവും. ഇല്ലമ്മേ, ഞാനത് ഒരിക്കലും അവളോട് ഷെയർ ചെയ്യാൻ പോകുന്നില്ല. അവളോടൊന്നല്ല, അങ്കിളിനോടോ അശ്വതി ആന്റിയോടോ ആരോടും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ജോബിനെ ഒന്ന് കാണണം. എന്തിന്? വേണ്ടപ്പൂ, നീ ഈ ഇഷ്യൂവിൽ ഇടപെടുന്നില്ല. ഈ ഇഷ്യൂലെന്നല്ല, മാളുമായിട്ട് കണക്റ്റഡ് ആയ ഒരു ഇഷ്യൂയിലും. അപ്പൂ പ്ലീസ്, ഞാനിത് അറിഞ്ഞപ്പോഴുള്ള വിഷമവും ഉത്കണ്ഠയും കൊണ്ട് നിന്നോട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ പേരിൽ നമ്മളായിട്ട് എടുത്ത തീരുമാനങ്ങളൊന്നും മാറ്റാൻ നിൽക്കണ്ട, കേട്ടല്ലോ? സത്യം എന്താന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ലല്ലോ. ഇനി ചിലപ്പോ ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയിട്ട് തന്നെയാണ് ഡെയ്സി ജോബിനോട് ഇത്ര കർക്കശ നിലപാടെടുത്തതെന്ന് ആർക്കറിയാം? നോ, അങ്ങനെയൊന്നുമല്ല. അമ്മ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. ഞാൻ ചിന്തിക്കുന്നതോ ചിന്തിക്കാതിരിക്കുന്നതോ അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ കുട്ടി ഇങ്ങനൊരു കാര്യം ബി പിയോട് ധൈര്യപൂർവ്വം വെളിപ്പെടുത്തണമെങ്കിൽ അതിന് പിന്നിൽ തക്കതായ എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതിന് എന്താണെന്ന് ഒന്നുകിൽ ജോബിൻ അല്ലെങ്കിൽ ആ കുട്ടി, രണ്ടിലൊരാള് എല്ലാവർക്കും മുന്നിൽ അത് വെളിപ്പെടുത്തിയേ പറ്റൂ. അതുവരെ നമ്മൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മനസ്സിലായല്ലോ? അങ്ങനെ വി പിയും പറഞ്ഞിരിക്കുന്നത്. ഇനി നീയായിട്ട് ഇതിന്റെ പേരിൽ ചിക്കാനും ചികയാനും ഒന്നും പോകണ്ട. അപ്പോ കേട്ടല്ലോ?
ഹലോ അപ്പു, വാട്ട് എ സർപ്രൈസ്. ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്താ ഡോക്ടർ, എന്തുപറ്റി? എടോ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഇന്ന് മമ്മി എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. ഡെയ്സി ആന്റിയോ? ഡോക്ടർ അന്വേഷിച്ചോ? അതേടോ, എന്നെ അന്വേഷിച്ചു തന്നെ. എന്നിട്ട് ഡോക്ടർ ആന്റിയെ കണ്ടില്ലേ? ഇല്ല, ഞാനിന്ന് വേറൊരു സ്ഥലം വരെ പോയിരുന്നു. എത്താൻ ലേറ്റായി. വന്നപ്പം മാനേജറാ പറഞ്ഞത് ഒരാൾ എന്നെ അന്വേഷിച്ച് വന്നിരുന്നു എന്ന്. അത് ഡെയ്സി ആന്റിനാണെന്ന് ഉറപ്പാണോ? അതേടോ, എനിക്കൊരു സംശയം തോന്നി. അങ്ങനെ ഞാൻ മാനേജർക്ക് മമ്മിയുടെ ഫോട്ടോ കാണിച്ചു. അപ്പോൾ അങ്ങനെയാ വന്നത് മമ്മി തന്നെയാണെന്ന് ഉറപ്പിച്ചത്. തന്നെ വിളിച്ചിരുന്നു മമ്മി? ആ, രാവിലെ ഡെയ്സി ആന്റി വിളിച്ചപ്പോ ഡോക്ടറുടെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങോട്ട് വരാനാവുമെന്ന് കരുതിയില്ല. എന്നാലും മമ്മി എന്തിനായിരിക്കും എന്നെ അന്വേഷിച്ചു വന്നത്? അല്ല, അപ്പൊ എന്തിനാ വിളിച്ചത്? അത് പറഞ്ഞില്ലല്ലോ. അത് എനിക്ക് ഡോക്ടറെ നേരിൽ കാണണം. എന്താ അപ്പു, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആ, ഒരു കാര്യമുണ്ട്. അത് നാളെ നേരിട്ട് കാണുമ്പോൾ പറയാം. ശരി, ഓക്കെ അപ്പു. എപ്പോഴാ കാണാൻ സൗകര്യപ്പെടുക? അപ്പുവിന്റെ സൗകര്യം. എനിക്ക് നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ശരി ഡോക്ടർ, ഞാൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ അപ്പു. നോ, പച്ച കള്ളം ഇത്. അവള് പറഞ്ഞതിൽ സത്യത്തിന്റെ ഒരംശം പോലും ഇല്ലെന്ന് എവിടെ വേണമെങ്കിലും ഞാൻ തെളിയിക്കാപ്പൂ. പ്ലീസ്, താനെങ്കിലും ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കുക. എനിക്ക് ഡോക്ടർ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഈ കാര്യം ഞാൻ ഡോക്ടറോട് ഷെയർ ചെയ്യാൻ തയ്യാറായത്. അമ്മ ഇതെന്നോട് പറഞ്ഞപ്പോഴേ ഇതിലൊരു മാനിപ്പുലേഷൻ ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷെ ഡോക്ടർ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇങ്ങനൊരു കള്ളക്കഥ എന്തുകൊണ്ട് അലീന വിപിയോട് പറഞ്ഞു എന്നുള്ളതാ. അതെനിക്കും അറിയില്ല. ഒരു പക്ഷേ വിജയങ്ങൾ എന്റെ കാര്യത്തിൽ സിൻസിയറായിട്ട് ഇടപെടുന്നത് അപകടമാണെന്ന് അലീനയ്ക്ക് തോന്നിക്കാണും. അപ്പൊ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു പെരുങ്കള്ളം പറഞ്ഞ് അങ്കിളിനെ ഡിഫെൻഡ് ചെയ്ത പിന്നെ ഇക്കാര്യത്തിൽ അങ്കിൾ ഇടപെടില്ലല്ലോ. അത് തന്നെയാ ഉദ്ദേശം. യെസ്, ഞാനും ഇത് തന്നെ സംശയിച്ചത്. താനെങ്കിലും അറിഞ്ഞ കാര്യം എന്നോട് ഷെയർ ചെയ്യാനൊരു മനസ്സ് കാണിച്ചല്ലോ. അലീന പറഞ്ഞ കാര്യം കള്ളമാണെന്ന് തെളിയിക്കാൻ എനിക്ക് മുന്നും മുന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പൊ തന്നെ അവളെ പോയെന്ന് കാണുന്നുണ്ട്. നോ ഡോക്ടർ, അവിവേകമൊന്നും കാണിക്കരുത്. ഇമോഷണലായിട്ടല്ല നമ്മൾ ഈ ഇഷ്യൂവിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ ഈ കള്ളക്കഥയ്ക്കുള്ള പ്രതികരണം എങ്ങനെയാവുമെന്നറിയാൻ വെയിറ്റ് ചെയ്യാവും അലീന. സ്വാഭാവികമായും ഡോക്ടറിൽ നിന്നൊരു പൊട്ടിത്തെറി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ അതിലൂടെ ആൻറ്റിയും മാളുവിൻ്റെ വീട്ടുകാരും ഇതറിയുന്നവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി എടുക്കുകയും മാളുവിനെയും ഡോക്ടറെയും എന്നേക്കുമായി പിരിക്കുകയും ചെയ്യുക. അതാണ് ആ സ്ത്രീയുടെ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അത് തന്നെ അവള് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോ എനിക്കിപ്പോ എന്നോട് തന്നെ ഒരു ദേഷ്യം തോന്നുക. ഇത്രയും സെൽഫിഷായ, ഇത്രയും ആഥപ്പതിച്ചൊരു സ്ത്രീക്ക് വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ മമ്മിയെ മാളുവിനെ അവഗണിക്കുകയും വഞ്ചിക്കുകയും ചെയ്തെന്ന് ഓർക്കുമ്പോ. അതുപോട്ടെ ഡോക്ടർ, കഴിഞ്ഞത് കഴിഞ്ഞു. ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു കയറാനാണ് ഇപ്പൊ ആലോചിക്കേണ്ടത്. അലീനയുടെ പ്ലാൻ പൊളിക്കേണ്ടത് നമ്മുടെ ആവശ്യം. പക്ഷേ അതിനു പറ്റിയ സമയം ഇതല്ല. അപ്പോ മാളു ഇക്കാര്യം ഇല്ല, തമ്മിലിപ്പോൾ അധികം അങ്ങനെ കാണാറില്ല. ആ ഒരു കാര്യത്തിൽ ഡോക്ടറോട് എനിക്ക് നന്ദിയുണ്ട്. അല്ല, ജയിക്കാനാണെങ്കിലും ഞങ്ങളുടെ റിലേഷൻ അങ്ങനെ ഒരു ബ്രാൻഡിൽ പെടുത്തിയതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങളെ വിശ്വാസമില്ലാതായിരിക്കുന്നു. അതിന് ഡോക്ടർ മാത്രം ഞാൻ കുറ്റം പറയില്ല. ഡോക്ടറെ തോൽപ്പിക്കാൻ വേണ്ടിയാവും മാളു ഇപ്പോൾ അതൊരു പുകമറാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ പെട്ടുപോയത് ഞാനാ. ഐ എം സോറി അപ്പു. ഞാൻ എങ്ങനെയാ ഇതിനൊക്കെ മാപ്പ് പറയേണ്ടതെന്ന്. മാപ്പ് പറയേണ്ടതും പശ്ചാത്തപിക്കേണ്ടതും എന്നോടല്ല ഡോക്ടർ, ആന്റിയോടും മാളുവിനോടുവാ. അലീനയുടെ ഈ ഗൂഢതന്ത്രം ബുദ്ധിപരമായി പൊളിക്കുന്നത് വരെ ഡോക്ടർ ഇപ്പൊ പ്രതികരിക്കാതിരിക്കുന്നത് നല്ലത്. ആന്റിയുടെ മാളുവിന്റെ ചെവിയിൽ എത്തുന്നതിന് മുമ്പ് ഈ കള്ളക്കഥയ്ക്ക് പ്രസക്തി ഇല്ലെന്ന് അലീനയ്ക്ക് ബോധ്യമാവണം. അതിനുള്ള വഴി എന്താന്ന് ആലോചിക്കേ. എന്താ വി പി, സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ പാർലറിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. കേൾക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാ തന്നോട് അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ മടിക്കുന്നത്. അല്ലെങ്കിലും ഈയിടെയായിട്ട് നമുക്ക് സന്തോഷം തരുന്ന വാർത്തകളൊന്നും ഇല്ലല്ലോ.
അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട. എന്താന്ന് വെച്ചാ VP പറഞ്ഞോ, ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറാ. പുതിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഇത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ളൊരു റെമഡിയാ. അത് എത്രമാത്രം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും മനസ്സിലങ്ങനെ തോന്നിയപ്പോ തന്നോട് വേണമല്ലോ ആദ്യം ഷെയർ ചെയ്യാൻ. മതി ഇൻട്രോ. BP കാര്യം എന്താന്ന് പറ. എനിക്ക് വെറുതെ BP കയറുന്നു. ഹേയ്, അങ്ങനെ BP കയറേണ്ട കാര്യമൊന്നുമില്ല. തനിക്ക് കൂടി സമ്മതമാണെങ്കിൽ മാത്രം നമുക്കിത് ഫോർവേഡ് ചെയ്താൽ മതി. ഓക്കെ, BP കാര്യം എന്താന്ന് പറ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അരവിന്ദൻ പറഞ്ഞതാ, അയാളൊരു റിലേറ്റീവിന് വേണ്ടിയിട്ട് ടൗണിൽ അത്യാവശ്യം വലിയൊരു വീട് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. വില എത്രയാണെങ്കിലും അവർക്കത് പ്രശ്നമല്ല. വീടും പ്രോപ്പർട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട 1 മാസത്തിനകം ഡീൽ ഉറപ്പിക്കാമെന്ന് അരവിന്ദൻ പറയുന്നു. എന്റെ പരിചയത്തിൽ അങ്ങനെ വല്ല പ്രോപ്പർട്ടി ഉണ്ടോന്ന് അറിയാനാ അരവിന്ദൻ ഈ ടോപ്പിക് എടുത്തിട്ട്. BP എന്താ റിയലിസ്റ്റിക് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോവാണോ? അല്ലടോ, ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ നമ്മുടെ കെയർ ഓഫിലൊരു വീടുണ്ട്. അതങ്ങോട്ട് തട്ടിയാലോന്നൊരു ആലോചന. അല്ല, BP ഏത് വീടിന്റെ കാര്യം ഉദ്ദേശിക്കുന്നേ? നമ്മുടെ വീടിന്റെ കാര്യമാണോ? അതേടോ. എന്താണെന്നറിയില്ല, ഈയിടെയായി ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും മാറിയാൽ കൊള്ളാന്നൊരു ചിന്ത മനസ്സിൽ വല്ലാതെ വേര് പിടിക്കുന്നുണ്ട്. തനിക്കറിയാലോ, 1-2 തവണ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചതാണ്. പിന്നെ എല്ലാം ശരിയാവും പറഞ്ഞ് സമാധാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നാൾക്ക് നാൾ നമ്മുടെ പ്രശ്നങ്ങൾ കൂടി വരികയല്ലേ ഗീത. ഇനിയും അപ്പുവിൻ്റെ പേരും പറഞ്ഞ് ആരുമായൊരു വഴക്കിനോ പിണക്കത്തിനോ ഒട്ടും താല്പര്യമില്ലടോ. മടുത്തു, അത്രയ്ക്ക് മടുത്തു. ഇവിടം വിട്ട് അധികം റിമോട്ടല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യവും തൻ്റെ പാർലറിലെ കാര്യമൊക്കെ ഇത്തിരി അസൗകര്യത്തിലാവും. എന്നാലും വേണ്ടില്ല, മുരളിയുടെയും മാളുവിൻ്റെയും കൺവട്ടത്തു നിന്ന് അപ്പുവിനെ നമുക്ക് മാറ്റി നിർത്താമല്ലോ. താനെന്താന്നും മിണ്ടാത്ത? തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാനിത് സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല BP. ആ വീടും പ്രോപ്പർട്ടിയും നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു വിഷമമുണ്ട്. എങ്കിലും BP പറഞ്ഞതുപോലെ ഇനി ആരുടെയും വെറുപ്പ് സമ്പാദിക്കാൻ എനിക്കും താല്പര്യമില്ല. ഒന്നുമില്ലെങ്കിലും അകന്നു കഴിയുമ്പോൾ ആ സ്നേഹമെങ്കിലും മനസ്സിലുണ്ടാവുമല്ലോ. BP എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്ത് തീരുമാനം എടുത്താലും എനിക്ക് സമ്മതമാണ്. അപ്പുവാ വിളിക്കുന്നേ. ഹലോ അപ്പു. ഇല്ലില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. BP ഉണ്ട് കൂടെ. ഒന്നുമില്ല, വെറുതെ. BP ഫ്രീ ടൈം നോക്കി വന്നേ ഉള്ളൂ. VP ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവും. നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ഉടനെ വരാം. എന്താ? അപ്പു പാർലറിൽ വന്നു, എന്നെ കാണാഞ്ഞിട്ട് വിളിച്ചതാ. എന്നാ ശരി, താൻ പൊക്കോ. അപ്പുവിനോടും ചെറുതായിട്ട് ഇക്കാര്യം സൂചിപ്പിച്ചേക്ക്. നമ്മളൊരു തീരുമാനം എടുത്തതിന് ശേഷം പറയുന്നതിനേക്കാൾ നല്ലതാ ആദ്യമേ സൂചിപ്പിക്കുന്നത്. ശരി, എന്നാ ഇറങ്ങാം. ഹലോ, ക്യാഷ് വിടച്ചണ്ടേ? ശരി സാർ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഡോക്ടർ ജോബിന് എന്നോട് ഉറപ്പ് പറഞ്ഞിരിക്കുക. ഇത് അലീന മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കള്ളക്കഥയാണ്. അതിന്റെ പിന്നിൽ അവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. ജോബിൻ ഡോക്ടർ അത് തന്നെയാണ് പറയുന്നത്.